കർണാടക ബിഡദിയിൽ കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽപ്പെട്ടതിൽ വഴിത്തിരിവ്. മുട്ടയെറിഞ്ഞ് കാഴ്ച മറച്ച് കവർച്ച നടത്താൻ ശ്രമിച്ചതായി സംശയം. ബസിന്റെ അടിഭാഗത്തു നിന്ന് മുട്ടയുടെ അവശിഷ്ടം കണ്ടെത്തി. അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. ഓഗസ്റ്റ് 12-ന് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു ബസിന് നേരെ മുട്ടയേറി നടന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് കെ.എസ്.ആർ.ടി.സി കർണാടക സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മരിച്ച ഡ്രൈവർ മിഥിലേഷിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി സരീഷാണ് ചേരുന്നത്. സരീഷ, ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ഒരു അപകടമൊക്കെ സംഭവിക്കുന്നത്, അതിലൊരു ആളുകൾ മരണപ്പെടുന്നു എന്നുള്ളത്. പക്ഷേ അതൊരു അട്ടിമറിയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവിടെ കെ.എസ്.ആർ.ടി.സി എത്തുകയാണ്. പ്രത്യേകിച്ച് അവിടെ ഈ വഴിയിൽ കവർച്ച നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണോ ഇവിടെ? ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞ് കവർച്ചയ്ക്കുള്ളൊരു ശ്രമം ഈ മുൻപും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. മുൻപും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരിടമാണോ ഈ പറയുന്ന അപകടം നടന്ന ഒരിടം? എന്തൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗം? കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സമീപത്തുള്ള പ്രദേശമാണിത്. ബിഡദ എന്ന് പറയുന്നത് സ്ഥിരമായി സമാനമായി മുട്ടയെറിഞ്ഞ് ഈ കാഴ്ച തടസ്സപ്പെടുത്തുകയും അതിനുശേഷം അപകടത്തിൽപ്പെടുന്ന വാഹനത്തിൽ നിന്നും സ്വർണം കവരുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അത് വലിയ വാഹനങ്ങളല്ല, ചെറിയ വാഹനങ്ങളിലാണ് സാധാരണയായി ഇത്തരം കാര്യങ്ങൾ നടക്കാറ്. അതും പുലർച്ചെ ഏതാണ്ട് ആളുകൾക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറ്. ഈ 8-ാം തീയതിയാണ്, ഈ മാസം 8-ാം തീയതിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 2 പേർ മരിച്ച സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ അത് എന്താണ്, ആദ്യഘട്ടത്തിൽ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 12-ാം തീയതി സമാനമായ ഒരു അനുഭവം, അതായത് എവിടെയാണോ ഈ അപകടം സംഭവിച്ചത്, കെ.എസ്.ആർ.ടി.സി അപകടത്തിൽപ്പെട്ടത്, അതേ റോഡിൻ്റെ മറ്റൊരു ഭാഗത്ത് കൃത്യമായി ഈ വാഹനത്തിന് നേരെ മുട്ടയേറ് ഉണ്ടാകുന്നു. അതും പലതവണയാണ് ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിന് നേരെ, കാസർഗോഡ് നിന്ന് പുറപ്പെട്ട കെ.എസ്.ആർ.ടി.സി ബസ്സിന് നേരെ മുട്ടയേറുണ്ടാകുന്നത്. ആ സംഭവം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ, പക്ഷേ ആ ഡ്രൈവർ അവിടെ നിർത്തുകയോ വൈപ്പറിടുകയോ ചെയ്തില്ല. കുറേ കിലോമീറ്ററുകൾ സഞ്ചരിച്ചതിന് ശേഷമാണ് വാഹനം നിർത്തുന്നത്. അതിനുശേഷം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നു. അതിനുശേഷമാണ് ജീവനക്കാർക്കും ഇത്തരത്തിലൊരു സംശയം തോന്നുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ചെയ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് വാഹനത്തിൻ്റെ മുൻഭാഗം മാത്രമല്ല ചെയ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് വാഹനത്തിൻ്റെ അടിഭാഗത്ത് മുട്ടയെറിഞ്ഞതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നത്. അവിടെ ഇപ്പോഴും ആ പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അന്നും സമാനമായി മുട്ടയെറിഞ്ഞ് കാഴ്ച മറയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ അപകടം സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. എന്തായാലും ഇതിൽ വിശദമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കെ.എസ്.ആർ.ടി.സി വകുപ്പും സംസ്ഥാന സർക്കാരും കർണാടകത്തിൽ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം, ഇതൊരു അട്ടിമറിയാണോ എന്ന് സംശയമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം ആരംഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഈ തെളിവുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മരിച്ച ഡ്രൈവർ മിഥിലേഷിന്റെ കുടുംബം കൂടി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നത് ഒരു തരത്തിലും മിഥിലേഷ് ഉറങ്ങാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും സംഭവിച്ചതാകാം എന്നുള്ളതായിരുന്നു ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നത്. ഈ കുടുംബം പറയുന്നത് അന്ന് മഴയുണ്ടായിരുന്നു, അതായത് ഡ്രൈവിംഗ് സമയത്ത് മഴയുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാകാം ഈ അപകടത്തിന് കാരണമായത് എന്നുള്ളതായിരുന്നു. പക്ഷേ അല്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, മിഥിലേഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ല എന്ന് പൊതുസമൂഹം അറിയണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ട് മോണിറ്ററിംഗ് നടത്തുന്ന രീതിയിലുള്ളൊരു അന്വേഷണം വേണം, പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ കെ.എസ്.ആർ.ടി.സിയും മന്ത്രിയും ഈ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടാക്കാൻ സാധ്യതയില്ല, അദ്ദേഹത്തിൻ്റെ പ്രായവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലെ സർവീസും ഒക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്ന സൂചനകൾ കെ.എസ്.ആർ.ടി.സി വകുപ്പ് ഇപ്പോൾ അവരുടെ മരിച്ച മിഥിലേഷിന്റെ കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. കുറേ വർഷങ്ങളായിട്ട് ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്, എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളല്ല. അപ്പോൾ എന്ത് സാഹചര്യം കൊണ്ടാണത് പറ്റിയതെന്ന് അറിയാൻ നമുക്ക് ഒരു വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു. എന്തായിരിക്കും എന്നുള്ളതിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ ബസ് മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്ത് ആംബുലൻസിലും അല്ലാതെ ഡെത്ത് മാനേജ്മെൻറ്റിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് അയാൾ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് നമുക്കും ഇതിലൊരാശങ്ക, എന്ത് പറ്റിയിട്ടുണ്ടാവും കുട്ടിക്ക്, എന്താണ് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. അതിപ്പോൾ ഇവർക്ക് 2 പേർക്കും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഓടിച്ച ആൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴാണ് ഇങ്ങനെയൊരു ന്യൂസ് വരുമ്പോൾ അത് നമ്മളുടെ അതായത് കർണാടകയിലാണ് ഇഷ്യൂ നടക്കുന്നത്. അപ്പം കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് ഇവിടുത്തെ മിനിസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതേപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും
എന്താണോ വേണ്ട നടപടി അല്ലെങ്കിൽ അതിൽ എന്ത് അസിസ്റ്റൻസ് ആണോ കൊടുക്കേണ്ടത് അവർ ചെയ്യട്ടെ, അവർ ചെയ്യുമെന്നാണ് നമ്മളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല.